അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സീദി റസൂലില്ലാഹ്. പുണ്യ റമളാനിലെ 25-ാമത്തെ രാവ് അല്ലേ നമ്മിലേക്ക് കടന്നു വരികയാണ്. വല്ലാത്തൊരു സന്തോഷം മനസ്സിലിങ്ങനെ നിറയുന്നുണ്ട്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിലൊക്കെ ഇതുപോലെ ഒരുമിക്കാൻ എൻ്റെ റബ്ബ് തൗഫീക്ക് ചെയ്തല്ലോ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്താണ്? ഗസാലി ഇമാമിൻ്റെ അഭിപ്രായ പ്രകാരം ഈ 25-ാമത്തെ രാവാണത്രേ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. അല്ലാഹു സുബ്ഹാന ഇന്നാണ് ലൈലത്തുൽ ഖദറെങ്കിൽ അതിൻ്റെ പരിപൂർണ പ്രതിഫലം സിദ്ധിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് അല്ലേ. നമുക്ക് പുറത്തു തരാൻ അല്ലാഹു അല്ലാതെ ആരാളുള്ളത്? അവൻ നമ്മളെ കൈവിടൂലല്ലോ. അവനിലേക്ക് ചേർന്ന് നിന്നാൽ പടച്ച റബ്ബെല്ലാം പുറത്തു തരൂലേ. അവൻ ഗഫാറു ദുനൂബല്ലേ, ഗഫാറാണ്, സത്താറാണ്, എല്ലാമാണ് എൻ്റെ തമ്പുരാൻ. അവൻ പുറത്തു തരും. നമ്മൾ ഇന്ന് രാവിലെ പഠിച്ചൊരു വിഷയമുണ്ട്. ഈ ലൈലത്തുൽ ഖദർ കിട്ടാനായിട്ട് ഒരൊറ്റ ദിക്ർ മതി എന്നാണ്. അള്ളാ എന്ത് വിധിച്ചാലും എനിക്ക് തൃപ്തിയാണ് അല്ലേ. ഗുണമായാലും ദോഷമായാലും അതെനിക്ക് ഗുണമാണ്. എൻ്റെ നോട്ടത്തിൽ അത് ചിലപ്പോൾ ഗുണമാകും, ചിലപ്പോൾ ദോഷമായിരിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് പറഞ്ഞാൽ എൻ്റെ റബ്ബ് എനിക്ക് ഗുണമില്ലാത്തതൊന്നും വിധിക്കൂല. വീട്ടിലൊരു മരണമാണെങ്കിലും ഒരു അപകടമാണെങ്കിലും രോഗമാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും എല്ലാം എൻ്റെ റബ്ബ് വിധിച്ചത് എനിക്ക് ഗുണത്തിനാണ്. ദുനിയാവിലോ ആഖിറത്തിലോ അതിൻ്റെ ഗുണം ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ റബ്ബ് ഗുണമില്ലാത്തൊന്നും എനിക്ക് വിധിക്കൂല. ആ ബോധ്യത്തിൽ തന്നെ തൗബയുടെ മനസ്സോടുകൂടെ പടച്ച റബ്ബിനെ സ്തുതിക്കണ്ടേ. ഒരു 33 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ബോധ്യത്തിലാണ് പറയേണ്ടത്? ചിലപ്പോൾ എന്നെ ഈ കേൾക്കുന്ന ആളുകളിൽ ഒരുപാട് ആളുകൾ കടക്കണിയിൽ പെട്ടവരായിരിക്കും. ചിലപ്പോൾ കുടുംബത്തിൽ മരണം നടന്നിട്ടുണ്ടാവും, ചിലപ്പോൾ സർജറി കഴിഞ്ഞിട്ട് കിടക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവരുടെ സർജറി കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുടുംബത്തിൽ കുറേ ആളുകളുടെ ലങ്സ് മാറ്റിവെക്കുന്ന ഒരു സർജറിയുടെ ഭാഗമാണെന്ന് പറഞ്ഞവരുണ്ട്. എന്തോ ആയിക്കോട്ടെടോ, എല്ലാം ഗുണമാണ്. റബ്ബ് തന്നതൊക്കെ ഗുണമാണ്. പടച്ച റബ്ബിനോട് അതിനൊക്കെ തൃപ്തിയാണെന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 33 തവണ ചൊല്ലിക്കേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ റബ്ബനാ യാ റബ്ബനാ, നീ ഞങ്ങളിൽ വിധിച്ചത് എന്തെല്ലാമാണെങ്കിലും അതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ് നൽകണേ അല്ലാ. നിന്നോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ നിറച്ചു നൽകണേ അല്ലാ. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും തീർക്കുന്ന ഒരു ദിക്റുണ്ട്. കാരണം മുഴുവൻ പ്രശ്നങ്ങളെയും തീർക്കും, അതിനപ്പുറം ഒരു വാക്ക് വേറെ ഇല്ല. മഹാനായ സയ്യിദുന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽഖീസ് രാജ്ഞിക്ക് ഒരു കത്തെഴുതുന്നുണ്ട് അല്ലേ. എല്ലാവർക്കും അറിയാതെ. എന്താണ് ആ കത്തിലുള്ളത്? ബൽഖീസ് രാജ്ഞിയും ടീമും ഒക്കെ സൂര്യനെ ആരാധിച്ചിരുന്ന ആളുകളാണ്. അവരിലേക്കൊരു കത്തെഴുതുക. ഫഇന്നഹു മിൻ സുലൈമാൻ, ഇത് സുലൈമാനിൽ നിന്നാണ്. ഫഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ. എന്നിട്ട്
നല്ല കുട്ടിയായിട്ട് അനുസരണമുള്ളതായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നോളണം എന്നാണ് അത്ര എഴുതിയിട്ടുള്ളതിൽ. മിൻ സുലൈമാനിൽ നിന്ന് സംഗതി എന്താണെന്ന് വെച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമാണ്. ഇവിടെ അടങ്ങി ഒതുങ്ങി തിരിച്ചു വന്നോളണം എന്നാണ്. ബിസ്മി എഴുതിയിട്ടുള്ളൂ, പേടിച്ച് വിറച്ചു പോയി. അപ്പോൾ ചൊല്ലേണ്ട രീതിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയാൽ ആഹാ അടിപൊളിയാണ്. എന്താ ബിസ്മിയുടെ അർത്ഥം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടി ഞാൻ തുടങ്ങുന്നു എന്നാണ്. അള്ളാൻ്റെ നാമത്തിലങ്ങ് തുടങ്ങുന്നു എന്നൊന്നുമല്ല, അള്ളാൻ്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടി ഞാൻ തുടങ്ങുന്നു. ആ സഹായതട്ടം മനസ്സിലുണ്ടാകട്ടെ. നമ്മുടെ കുടുംബത്തെ ബാധിച്ച ഏത് ശർറും ഏത് ശൈത്വാനിയത്തും ഏത് അപകടവും ഏത് പ്രതിസന്ധിയും എല്ലാം നീങ്ങിപ്പോകാൻ ബിസ്മി മതി എന്നാണ്. ഒരു 33 തവണ ചൊല്ലിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാ, ഞങ്ങൾ ചൊല്ലിയ ഈ ബിസ്മില്ലാഹിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കണേ ചമ്പുരാനേ. ഏത് പ്രതിസന്ധികൾ നീങ്ങാനും നമ്മുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കാനും നമുക്കുള്ള മാധ്യമങ്ങൾ അള്ളാൻ്റെ ഔലിയാക്കളാണ് അല്ലേ. അള്ളാൻ്റെ ഔലിയാക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ പടച്ചോൻ നമ്മളെ ചേർത്ത് പിടിക്കും. കാരണം ആ റബ്ബുൽ ആലമീൻ അവൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറ, അജ്മീർ പോയവരൊക്കെ ഉണ്ടോ? പോയൊന്ന് സിയാറത്ത് ചെയ്യണം. ഖാജയെ കാണണം, ഖൽബ് കൊണ്ട് ഖാജയോടൊപ്പം ചേർന്നിരിക്കണം. എന്നിട്ട് പടച്ചോനെ, ഈ ഹാജാത്തങ്ങളൊക്കെ നിന്നിലേക്ക് അടുത്തതുപോലെ ഞങ്ങൾക്കും നിന്നിലേക്ക് അടുക്കാനുള്ളൊരു ഭാഗ്യം തരണേ അല്ലാ എന്ന് മനസ്സ് പൊട്ടി ദ്വാരക്കണം വേണ്ടേ. ഹാജാത്തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നളംതുൽ മദ്ഹ യാ അല്ലാഹ് ബിഔനി മിൻക യാ അല്ലാഹ് റജൗതുൽ ഫളല യാ അല്ലാഹ് ബിജാഹി ശൈഖി അജ്മീരി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് بمنك ربي فاغفر لي ذنوبي العيب واستر لي أطل في الخير آجالي بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله
عن الحساد والظلم وسلمني وذلهم وخلصني عن الهدم بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ووسع رزق يا ربي مرامي اقضلي إربي عن الأدناس في قلبي بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله بحبك أذقني راحة وخير العمل صلاحا إلهي آتني لاحا بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وخفف سكرة الموت جد التوحيد للفوت قين الهول ليأتي بجاه الشيخ أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله നിന്റെ ഔലിയാഇന്റെ ബറക്കത്ത് കൊണ്ട് ഖാജാ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. പുണ്യ ലൈലത്തുൽ ഖദർ രാത്രിയിലെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു സൂറത്താണ് സൂറത്തുൽ ഖദർ. നമ്മൾ പറഞ്ഞു 100 തവണ സൂറത്തുൽ ഖദർ ഓതിയാൽ കൽബിലേക്ക് അല്ലാഹു ഇസ്മുൽ അളം ഇട്ട് തരും എന്നാണ്. ഇൻഷാ അല്ലാഹ് ബോധ്യത്തിൽ നമുക്കൊരു 10-11 തവണ നമുക്ക് സൂറത്തുൽ ഖദർ ഒന്ന് പാരായണം ചെയ്യാം, മനസ്സറിഞ്ഞ് ഓതാം. ഇനി ഓതാൻ പറ്റാത്ത സഹോദരിമാരെ കൽബ് കൊണ്ട് ഓദിക്കോ, വാതുറക്കാണ്ടിരുന്നാൽ മതി, ഈ സദസ്സിൽ കേട്ടോ, അത് മതി. അൽഹംദുലില്ലാ. ശരിക്കും ഈ 27-ാം രാവിനൊക്കെ മെൻസ്ട്രൽ പീരീഡുള്ള സഹോദരിമാർ ഭാഗ്യവതികളാണ്. ഭാഗ്യവതികളാണ്. കാരണം നിങ്ങൾക്ക് കൂടുതൽ പണിയൊന്നും എടുക്കണ്ടല്ലോ. അള്ളാഹ്ക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആ സമയത്ത് പടച്ചോൻ മെൻസ്ട്രൽ പീരീഡ് തന്നത്. വ്യത്യസ്ത രീതിയിലാണല്ലോ അള്ളാഹിൻ്റെ ഇഷ്ടങ്ങൾ അവൻ പ്രകടിപ്പിക്കുക. കൂടുതൽ അമലൊന്നും നിങ്ങൾ ചെയ്യണ്ടല്ലോ. നിങ്ങൾക്ക് നിസ്കരിക്കണ്ട, നിങ്ങൾക്ക് നോമ്പ് പിടിക്കണ്ട, ഖുർആൻ ഓതണ്ട, വേണ്ട. സിമ്പിളായിട്ടുള്ളൊരമൽ മനസ്സറിഞ്ഞിട്ട് ദിക്റുകൾ ചൊല്ലിയാൽ മതി, മനസ്സറിഞ്ഞ് സ്വലാത്തി ചൊല്ലിയാൽ മതി, കൽബ് കൊണ്ട് ഖുർആൻ കേട്ടാൽ ഓതിയാലൊക്കെ മതി. അൽഹംദുലില്ലാ. ഇതിലപ്പുറം ഒരു ഭാഗ്യം എന്താ ഉള്ളത്? അപ്പോൾ ആ ബോധ്യത്തിൽ തന്നെ ഓതാൻ പറ്റുന്നവരൊക്കെ മനസ്സറിഞ്ഞ് ഓതാം. നമുക്കൊരു 11 തവണ സൂറത്തുൽ ഖദർ പാരായണം ചെയ്യാം. ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം പരിപൂർണമായി ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر
تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر الحمد لله رب العالمين കരുണക്കടലായ റബ്ബ് നമ്മൾ പാരായണം ചെയ്ത സൂറത്തുൽ ഖദർ സ്വീകരിക്കട്ടെ. ആ സൂറത്തുൽ ഖദറിൻ്റെ ബറക്കത്തുകൊണ്ട് ഇന്നാണ് ലൈലത്തുൽ ഖദറെങ്കിൽ കരുണക്കടലായ റബ്ബ് ആ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ ഏറ്റവും കൂടുതൽ പതിവാക്കേണ്ട ദിക്ർ
നീയുള്ളു പഠിച്ചോൻ എനിക്ക് പുറത്തു തരാനെന്ന ദിക്റാണ് അല്ലേ. മനസ്സറിഞ്ഞു ചൊല്ലിക്കേ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 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 അല്ലാഹുമ്മ ഇന്നക അഫൂൻ تحب العفو فاعف عني. اللهم إنك عفو 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 تحب العفو فاعف عني. നീയല്ലാതെ ഞങ്ങൾക്ക് ആര് പുറത്തു തരാനാണ് അല്ലാ. ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവൻ നീ മാത്രമാണ് അല്ലാ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു നൽകണേ ചമ്പുരാനേ. അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്ക് നരകമോചനം കിട്ടണം അല്ലേ? വേണ്ടേ? നരകമോചനം കിട്ടണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന നിയ്യത്തിൽ ഒന്ന് ചൊല്ലിക്കേ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. اللهم أجرنا من النار. 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 اللهم أجرنا من النار.
اللهم أجرنا من النار 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 الله سبحانه നരകത്തിൽ നിന്ന് കാവൽ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ദിനരാത്രങ്ങളിൽ ഏറ്റവും വലിയ അമലാണ് പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പല ആളുകളും ഹദിയ ചെയ്യുന്നുണ്ട്. ഈ ഹദിയ പോകുന്നില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നിയത്താക്കി മാറ്റിവെക്കുക, ഒരു ദിവസം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അൽഹംദുലില്ലാഹ്, അള്ളാഹു കാരുണ്യവാനല്ലേ. ആ പാവപ്പെട്ട മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ബർക്കത്തുണ്ട്. കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ ചേർത്ത് പിടിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞിട്ട് ഒന്ന് ആമീൻ പറയാം. ഖൽബ് പൊട്ടിയിട്ടാണ്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ൽ സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് സങ്കടങ്ങൾ മനസ്സിലുണ്ട് അല്ലാ, വേദനകൾ മനസ്സിലുണ്ട് അല്ലാ. എല്ലാ വേദനകളും നീ അകറ്റണേ അല്ലാ. നീ സങ്കടങ്ങൾ അകറ്റണേ അല്ലാ. കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. നിന്നോടല്ലാതെ ആരോട് പറയാനാണ് അല്ലാ. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് അല്ലാ. നിന്റെ നരകം താങ്ങാൻ ഞങ്ങൾക്ക് കരുത്തില്ല അല്ലാ. നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ്. നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. മാരക രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസർ, ട്യൂമർ നൽകല്ലേ അല്ലാ. കിഡ്നി സംബന്ധമായ, ലങ്സ് സംബന്ധമായ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് പ്രയാസപ്പെടുന്നവരുണ്ട്. ഇത്തരം മാരക രോഗങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അത്തരം പരീക്ഷണങ്ങൾ നേരിടുന്നവർക്ക് നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. സർജറിക്ക് വിധേയരായി ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട്, സർജറി നടക്കാൻ പോകുന്നവരുണ്ട്. എല്ലാവർക്കും ആജിലായ ശമനം നീ നൽകണേ അല്ലാ. പടച്ചവനെ, തളർന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാ. പൊന്നുമക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കൾ അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. എല്ലാത്തിലും ഉപരി ഖൽബ് നന്നാക്കണേ അല്ലാ. ഹറാമുകളുടെ കൂമ്പാരമാണ് അല്ലാ. ഈ ഹറാമിൽ എങ്ങനെയാണ് റബ്ബേ ഞങ്ങൾക്ക് നിന്നെ കിട്ടുക? നിന്നെ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. നിന്നെ തിരിച്ചറിയാൻ തൗഫീക്ക് നൽകണേ അല്ലാ. റമളാൻ കടന്നു പോകുമ്പോൾ റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. റമളാൻ പ്രതികൂലമാകുന്നവരിൽ പെടുത്തല്ലേ അല്ലാ. കുടുംബത്തിൽ സമാധാനം തരണേ അല്ലാ. ഇണകളെയും മക്കളെയും നന്നാക്കണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ലാ. കടക്കെണിയിൽ പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാ. കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. പ്രവാസികൾ വല്ലാത്ത വിഷമത്തിലാണ്, സമാധാനം കൊടുക്കണേ അല്ലാ. യുദ്ധഭീതിയിൽ നിന്ന് കാവലേകണേ അല്ലാ. ലോക മുസ്ലിം ഉമ്മത്തിന് സമാധാനം നൽകണേ അല്ലാ. പാവപ്പെട്ട പ്രവാസികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ട്, അന്യായമായി ജയിലിൽ കഴിയുന്നവരുണ്ട്. നീ മോചനം നൽകണേ അല്ലാ. നീ മോചനം നൽകണേ അല്ലാ. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, സ്വന്തമായൊരു വീടെന്ന സ്വപ്നം കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഖൈറായ ഭവനം നൽകണേ അല്ലാ. റാഹത്തായ ഭവനം നൽകണേ അല്ലാ. ഉള്ള വീട്ടിൽ സമാധാനമേകണേ അല്ലാ. കല്യാണപ്രായമെത്തിയിട്ട് കല്യാണം നടക്കാതെ സങ്കടപ്പെടുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. പടച്ചവനെ, അവർക്ക് ഖൈറായ ഇണകളെ നീ നൽകണേ അല്ലാ.
ആ ഇണകളിലൂടെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. എല്ലാ പൈശാചികതകളിൽ നിന്നും കാവലേകണേ അല്ലാ. ലൈലത്തുൽ ഖദ്ർ തരണേ അല്ലാ. ലൈലത്തുൽ ഖദ്ർ തരണേ അല്ലാ. ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം ലഭിക്കുന്നവരിൽ കരുണക്കടലായ ഗഫാറുദ് ദുനൂബായ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. കരുണക്കടലായ റബ്ബേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പൊറുച്ചു കൊടുക്കണേ അല്ലാ. ആരൊക്കെ ഞങ്ങളുടെ മനസ്സിലിപ്പോ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ ഞങ്ങളുടെ മനസ്സിലുണ്ടോ അവർക്കൊക്കെ നീ പൊറുച്ചു കൊടുക്കണേ അല്ലാ. ഖബർ വെളിച്ചമാക്കണേ അല്ലാ. അദാബ് നൽകല്ലേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ആരംഭപ്പൂവായ തങ്ങളുടെ പൂവദനം കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ലൈലത്തുൽ ഖദ്ർ തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സ് കബൂൽ ചെയ്യണേ അല്ലാ. പടച്ചോനെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഏതേത് മുറാദുകളാണോ ഞങ്ങളുടെ കൽബിലുള്ളത് ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.